ഈ ഒരു പോസ്റ്റ് കണ്ടോ? ഇതൊന്ന് വായിച്ചാണേ. കാരണം എന്താ അറിയോ, ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികളാണ് ഇത്തരത്തിൽ ഫുഡ് മേഖല അഥവാ ഈ ഹോട്ടല്, ബേക്കറി, കൂൾബാർ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ പല പല കോലത്തിലുള്ള ആൾക്കാരുണ്ട്. ഇതിൽ കുറച്ച് ആൾക്കാർ ഇതിനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടാക്കി പോരായ്മകളെ പറഞ്ഞ് പൈസ കൊടുക്കാതെ മുങ്ങാനുള്ള ഒരു വഴി കണ്ടെത്തുന്ന കുറച്ച് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. യുവാക്കൾ എന്നല്ല, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇതിനായിട്ട് ജനിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടി നല്ലതല്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏത് അടുപ്പിലും CCTV ക്യാമറകളുണ്ടാവും. ഏതായാലും ഈ ഒരു പോസ്റ്റുകൾ വായിച്ചില്ലേ, വെജിറ്റബിൾ ബിരിയാണി കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റവൻ കഴിച്ച എല്ലിൻ്റെ കഷ്ണം വെജിറ്റബിൾ ബിരിയാണീൻ്റെ ഉള്ളിൽ തിരികിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ പൈസ കൊടുക്കാതെ പുറത്തു പോകാൻ കഴിയും. പക്ഷെ മേലെ ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നത് ഈ ചെക്കന്മാർ കണ്ടിട്ടില്ല. അപ്പോൾ ആകെ ഒരു ഫസലായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടാക്കുക, അത് കാരണം അവിടെ വലിയൊരു ഇതാക്കി മാറ്റിയിട്ട് പൈസ കൊടുക്കാതെ നീച്ചു പോവുക. ഇതിനായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതൊന്നും ശരിയല്ല. അപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അക്കാപിച്ച പരിപാടികളൊക്കെ നടത്തുന്ന പോലെ ശ്രദ്ധിക്കുക. ഏത് മുക്കും മൂലയിൽ ക്യാമറ ഉണ്ടാവും. ഓക്കെ, ഇത് ഒരുപാട് സംഗതി നമ്മൾ ലൈവായിട്ട് കണ്ട പരിപാടിയാണ്. നമ്മൾ ഈ ഫീൽഡിൽ കുറച്ചുള്ള ആളാണ്, അതുകൊണ്ടാണ് പറയണത്. ഭക്ഷണം ഏകദേശം മുക്കാൽ ഭാഗമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞ് അപ്പോൾ അധികം ആൾക്കാരും ഭക്ഷണമല്ലേ ഓനക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ നമുക്ക് പൈസ വാങ്ങണ്ട എന്ന് കരുതി അത് വിട്ട് കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പം ഇതാ പൈസ തരണ്ട, വേണ്ട വേണ്ട വേണ്ട, എന്നായിക്കോട്ടെ വേണ്ടെന്ന് പറയാം. മുക്കാൽ ഭാഗത്ത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, ഇങ്ങോട്ട് നീച്ച് പോകണം ഒരുപാട് കസ്റ്റമറുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മോശത്തരാണ് കേട്ടോ. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒന്നും ചെയ്യരുത്. കാരണം എന്താ പറയുക, ഈ ഫുഡ് മേഖല എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായി അത്രക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഫുഡ് മേഖല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മൊത്തം പോയി. ഒരുപാട് കാലം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ഥാപനം ഉണ്ടാവും, ആ ഒരു പേര് അതൊരു നിമിഷം കൊണ്ട് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അത്ര ശരിയല്ല. ഓക്കെ.